വോട്ടോട്ടം എന്നുള്ളത് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലാണ്. ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നതിന് വേണ്ടി മണിയാശൻ എന്നോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഇലക്ഷന്റെ വൈബൊക്കെ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഹാവി ജോയിസ് ജോർജ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അതിന് കാരണം ഒന്ന്, ദേശീയ രാഷ്ട്രീയ സാഹചര്യമാണ്. ബിജെപിയെ ഒഴിവാക്കി കൂറുമാറുകയല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക. കോൺഗ്രസ് ആണെങ്കിൽ എപ്പോഴും കൂറുമാറാൻ വഴിയുണ്ട് എന്നുള്ളത് ഒരു പ്രധാന പോയിന്റാണ്. രണ്ടാമത്, കഴിഞ്ഞ ടേണിലെ MP എന്ന നിലയിൽ അദ്ദേഹം ഒരു കാര്യവും ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല. മണ്ഡലത്തിലെ ജനങ്ങളോട് ഒരു നിലയിൽ നീതി പുലർത്താത്ത ഒരാളാണ് കഴിഞ്ഞ ടേണിൽ ജയിച്ചുപോയ ആൾ. അതിന്റെ അമർഷം ജനങ്ങൾക്ക് വലിയ തോതിലുണ്ട്. മൂന്നാമത്തെ കാരണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണം, അതിന്റെ മികവ്, അതും അനുകൂല ഘടകമാണ്. ആ ഗവൺമെന്റ്, ഈ LDF ഗവൺമെന്റ് വന്നതിന് ശേഷം ഇടുക്കി മണ്ഡലത്തിൽ, വിശേഷ മലയോര ജില്ലയിൽ പ്രദേശത്തടക്കം നടന്ന വികസന പ്രവർത്തനം, റോഡുകൾ, പാലങ്ങൾ, കോളേജ്, ഇങ്ങനെ വേണ്ട നാനാരംഗത്തുണ്ടായിരിക്കുന്ന മുന്നേറ്റം, അത് അതിപ്രധാനമാണ്. നാലാമത്തെ കാരണം, ജോയിസ് ജോർജ് നേരത്തെ MP ആയിരുന്നപ്പം അദ്ദേഹം നടത്തിയിരിക്കുന്ന മുന്നേറ്റവും സേവനവും പ്രവർത്തനവും മികവ്. അഞ്ചാമത്തെ കാരണം, നിലവിലുള്ള MP നിഷ്ക്രിയനാണ്, ഒരു കാര്യവും ചെയ്തില്ല എന്നുള്ളതും ഞങ്ങളുടെ മുന്നേറ്റത്തിന് ഒരു കാരണമാണ്. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് കഴിഞ്ഞ ഈ 5 വർഷത്തെ ടൈമിൽ പദ്ധതി വിഹിതത്തിൽ എല്ലാ തുകയും ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്, അതിനും അപ്പുറത്തേക്കുള്ള അപേക്ഷകൾ നൽകാൻ സാധിക്കും. പിന്നെ അവിടെ സോണിയാഗാന്ധിക്ക് കൊടുത്തയച്ചു. MP ഫണ്ട് പോലും പിന്നെ ചെലവഴിക്കാതെ ലാപ്സായി പോയിട്ടുണ്ട്. അതാണ്. പിന്നെ മറ്റൊരു കാര്യം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഞങ്ങൾ നിർത്തിയേക്കുന്ന സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് കേസുകളുണ്ട്, പക്ഷെ അത് സമരം ചെയ്തതിന് മാത്രമുള്ള കേസുകളാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആരുടെ പേരിലായിരുന്നു ഭൂമി കയ്യേറിയ കേസ്? ജോയിസ് ജോർജിനെ കുറിച്ചാണ്. ചുമ്മാ നിങ്ങളെ ഉണ്ടാക്കിയ സമയം അങ്ങനെയൊന്നും ഒരു വിഷയമേ ഇല്ല, ഒരു വിഷയമില്ല. ഇത്രയും പരാജയപ്പെട്ട, ഒന്നാമത് തന്നെ ഇവിടുന്ന് മുൻപ് മുതലേ UDFന്റെ ശക്തി കേന്ദ്രം എന്ന നിലയിൽ ജയിച്ചുപോയ കോൺഗ്രസിന്റെ ഒരു MP ഒരു നീതിയും ഈ ജനങ്ങളോട്, ഈ ജില്ലയോട് പുലർത്തിയിട്ടില്ല. അത് പാലാ KM മാത്യുവാണുള്ളത്, PJ കുര്യനാണുള്ളത്, PT തോമസ് ആണുള്ളത്, ഇപ്പം നിലവിലുള്ള MP ആണല്ലോ അങ്ങനെ തന്നെ. ഒന്നും ഈ ജില്ലയ്ക്ക് വേണ്ടി, ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് നീതി പുലർത്തിയിട്ടില്ല. അതേസമയം ജോയിസ് ജോർജ് ഒരു ടേൺ MP ആയതിൻ്റെതായ നേട്ടം ഈ ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മലയോര ഹൈവേ, അതുപോലെ തന്നെ അടിമാലിയിൽ നിന്ന് കുമളിക്കുള്ള NH, കൊച്ചിൻ ധനുഷ്കോടി NHന് വേണ്ടി ആയിരക്കണക്കിന് കോടി രൂപ അനുവദിക്കുന്നതിൽ നടത്തിയ ഇടപെടല്. മറ്റൊന്ന്, പിന്നെ കൊല്ലത്തുനിന്ന് തേനിക്കുള്ള NH പീരുമേട് വഴി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തന്നെയല്ല, ഇവിടുത്തെ ഭൂപ്രശ്നങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. അതാണ്. ഒപ്പം തന്നെ സമീപകാലത്ത് ഉയർന്ന ഒരു കാര്യമാണ് ഈ വന്യജീവി ആക്രമണം വലിയ രൂക്ഷമാക്കണം. വന്യജീവി ആക്രമണം, അതെ, അതേപ്പറ്റി ഒരു പ്രതികരണം പോലും നടത്താത്ത ആളാണ് MP. പാർലമെന്റിലാണല്ലോ കേന്ദ്ര നിയമമാണുള്ളത്. ഈ MPയുടെ പാർട്ടി കൊണ്ടുവന്ന നിയമമാണ് കേന്ദ്ര വന സംരക്ഷണ നിയമം, വന്യജീവി സംരക്ഷണ നിയമം. ഈ മണ്ണാങ്കട്ടയെല്ലാം നിലവിലുള്ള MPയുടെ പാർട്ടി കോൺഗ്രസ് ഗവൺമെന്റുകൾ കൊണ്ടുവന്നതാണ്. അവരിപ്പോ പറയുന്ന 77 നിയമം അത് പുനഃക്രമീകരിക്കണം. ക്രമീകരണം അത് അവര് ചെയ്യാത്ത കാര്യം മറ്റുള്ളവരും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ഇതിപ്പരം വിഡിതം വേറെ വല്ലതും ഉണ്ടോ? അവര് കൊണ്ടുവന്ന ഇത് മുഴുവൻ. എന്നിട്ട് അങ്ങനെ അവിടെ പോയി ഉണ്ടാവരുതായിരുന്നു. മൂന്നാറിൽ അവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്നോട് പറഞ്ഞു, എന്റെ പൊന്ന് മണിയാശാന, ഇങ്ങനെ അവിടെ നിന്നൊന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു എന്നോട്. തമാശ പറയല്ല, ഞാനത് ആളൊന്നും പറയുന്നില്ല. അവർ മടുത്തു. ചുമ്മാ തട്ടിപ്പ് തന്നെയല്ല, ഇത്രയും നിഷ്ക്രിയനായ ഒരു MP ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ പാലാ KM മാത്യുവും PJ കുര്യനും എല്ലാം അങ്ങനെ തന്നെ ജയിച്ചങ്ങ് പോകും, ഇങ്ങനെ വന്നിട്ടില്ല. അതേസമയം ജോയിസ് ജയിച്ചപ്പം ഇവിടെ ജനങ്ങളോടൊപ്പം അയാൾ കൊണ്ടുവന്ന നേട്ടം എണ്ണി പറയാനുണ്ട്.
ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം ഈ പുതിയ എം പി കൊണ്ടുവന്ന് നിലവിലുള്ള എം പി കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു കാര്യമൊന്ന് പറയട്ടെ അദ്ദേഹം. പക്ഷേ ഈ 1,70,75,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം അത് മറികടക്കാൻ പറ്റി ആളുകൾക്ക് പറ്റിയ അബദ്ധമല്ലേ? അങ്ങനെ എന്തെല്ലാം അബദ്ധം പറ്റി? 18 പേര് ജയിച്ചു പോയല്ലോ, 18 പേര്. ഇന്ന് 19 ആയിരുന്നു. ജയിച്ചു പോയി. ഇയാളടക്കം ജയിച്ചു. അവിടെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പദ്ധതി വിഹിതം നൽകിയില്ല, കേരളത്തിനോട് അവഗണന കാണിച്ചു. അതിനെപ്പറ്റി ഒരക്ഷരം ഉരിയാടാൻ നാവനക്കാത്തവന്മാരാ 18 പേര് കേരള ജനതയെ വഞ്ചിച്ച കള്ളന്മാരാണെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ നമുക്ക് സംസ്ഥാനത്തെ ഒരു പൊതുവെയുള്ള രാഷ്ട്രീയം നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 19-1 എന്നുള്ള വലിയൊരു വിജയം UDF-നൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർണായകമായ വിജയം കരസ്ഥമാക്കും. കഴിഞ്ഞ തവണ പോയവര് കേരളത്തിന് വേണ്ടി പ്രതികരിച്ചിട്ടില്ല, അവരുടെ നീതി അവർ പുലർത്തിയിട്ടില്ല, അവരുടെ ജനങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങളോട് നീതി പുലർത്തിയിട്ടില്ല. അതിൽ അങ്ങേയറ്റത്തെ അമർഷം ഉണ്ട് ജനങ്ങൾക്ക്. ആ അമർഷം ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജോയിസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോവുക. അപ്പൊ നമ്മൾ ആലപ്പുഴയിലെ ഒരു കാര്യം നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ആകെ ഒരാശ്വാസ ജയമുണ്ടായത് ആലപ്പുഴയിലായിരുന്നു. പക്ഷെ ഇത്തവണ KC വേണുഗോപാൽ വീണ്ടും അവിടെ വരുന്നു, വലിയ പ്രചാരണം വേണുഗോപാൽ ഏത് ഗോപാലം വന്നാലും അവിടെ KC വേണുഗോപാൽ അല്ല, സാക്ഷാൽ വലിയ ഗോപാലം വന്നാലും അവിടെ ഹാരിസ ജയിക്കുള്ളൂ. ഇത്തവണ എന്നാലും ഒരു സീറ്റ് നില എത്രയാണെന്ന് പ്രഡിക്ഷൻ നടത്താനൊക്കെ ആയിട്ട് പിന്നെ നിർണായകമായ 20 സീറ്റില്ല. 20 സീറ്റിൽ ഇപ്പൊ ഇത്ര സീറ്റ് കിട്ടുമെന്ന് പറയുന്നതിനകത്തൊരു ഭംഗിയുണ്ട്. 20 സീറ്റും ജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്തായാലും ഒരു നോക്കാം, ഒരു മേൽക്കൈ എന്തായാലും ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. ഞാൻ പറയാം, ഇവര് 18 പേര് ജയിച്ചു പോയിട്ട് ഈ കേരളത്തിന് വേണ്ടി, കേരളത്തിനോട് കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി അവഗണന കാണിച്ചിട്ട് അതേപ്പറ്റി ഒരക്ഷരം ഉരിയാടാതെ, വന്യജീവി സംരക്ഷണത്തിനെതിരെ അവിടെ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരാതെ ഇയാൾ മൂന്നാറിൽ പോയിരിക്കുക, സത്യാഗ്രഹം ഉണ്ണാവൃതം ഇരിക്കുക, തട്ടിപ്പ്, സ്വന്തം ജോലി ചെയ്യാൻ കഴിയാത്ത ആളുകള് ഇങ്ങനെ കോട്ട് ചെയ്ത ആളുകളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് സഹതാപമാണ്.